ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. ഹീറോൻ്റെ മാസ്ട്രോണ് വണ്ടി, പഴയ മോഡൽ. നമുക്കതിനകത്ത് പറഞ്ഞത് പെട്രോൾ ഓവർഫ്ലോൻ്റെ കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട്, പിന്നെ ബ്രേക്ക് ഒന്ന് ചെക്കപ്പ്, ഇത്രയാണ് മെയിനായിട്ട് പറഞ്ഞാണ് പറയുക കേട്ടോ. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കതിൻ്റെ കാർബേറ്ററിൻ്റെ കംപ്ലയിൻ്റാണ് ഈ ഓവർഫ്ലോ വരാനുള്ള റീസൺ കേട്ടോ. ഈ കാർബേറ്റർ അസംബ്ലിയാണ് അതിൻ്റെ മെയിൻ കംപ്ലയിൻറ്റ്. നമ്മൾ ഇടയ്ക്ക് അതേപോലെ സർവീസിന് കയറ്റിപ്പോൾ കഴിച്ച് ക്ലീൻ ചെയ്ത് സെറ്റ് ചെയ്ത് തരുന്ന റിപ്പീറ്റ് വീണ്ടും കംപ്ലയിൻറ്റ് വന്നിട്ടുണ്ട്. ഇത് നമ്മൾ ഇതിക്ക് മുമ്പ് ഒരു പ്രാവശ്യം മാറ്റിയ കാർബേറ്റർ അസംബ്ലിയാണ്. ഏകദേശം എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 1-2 വർഷമായിട്ടുണ്ടാവുള്ളൂ മാറ്റിയിട്ട്. പക്ഷേ എന്താ പ്രോബ്ലം എന്ന് വെച്ചാൽ നമ്മുടെ ഇപ്പോൾ നമുക്ക് ഉപയോഗിക്കാനായിട്ട് കിട്ടുന്ന പെട്രോൾ എന്ന് പറഞ്ഞാൽ E20 പെട്രോൾ എന്ന് പറയും. അതായത് എത്തനോൾ മിക്സ് ചെയ്തിട്ടുള്ള പെട്രോളാണ് ഇപ്പോൾ നിലവിൽ നമുക്ക് കിട്ടണം ഉപയോഗിക്കാൻ. അത് പറയുമ്പോൾ 20% എത്തനോളാണ്. അപ്പോൾ അതിൻ്റെ ഒരു കെമിക്കൽ റിയാക്ഷൻസ് മൂലമാണ് നമുക്ക് ഈ കാർബറേറ്റർ കംപ്ലയിൻറ്റ് വന്നത് കേട്ടോ. ഇത് അലുമിനിയം ബോഡി ആണ്, ശരിക്കും ഇത് അലുമിനിയമാണ് മെറ്റീരിയൽ. അതേപോലെ തന്നെ പെട്രോളിൻ്റെ ടാപ്പ് ഇതും അലുമിനിയമാണ്. ഇത് രണ്ടും പെട്രോൾ കിടക്കുമ്പോൾ, ഈ എത്തനോൾ മിക്സ് ചെയ്ത പെട്രോൾ കിടക്കുമ്പോൾ കെമിക്കൽ റിയാക്ഷൻസ് വന്നിട്ട് ദ്രവിച്ച് പോണ കംപ്ലയിൻ്റാണ്. അതാണ് മെയിൻ റീസൺ കേട്ടോ. അത് കൂടുതൽ ഇപ്പോൾ ഓട്ടം കുറവൊക്കെ ഉള്ള വണ്ടിയിലാണ് ഏറ്റവും കൂടുതലായിട്ട് കാണുക. അപ്പോൾ ഓട്ടം കുറവുള്ള വണ്ടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ, തീരെ ഓട്ടം കുറവൊക്കെ ആണെന്നുണ്ടെങ്കിൽ പുതിയ കാർബറേറ്റർ വെച്ചാൽ പോലും പെട്ടെന്ന് കംപ്ലയിൻറ്റ്സ് കാണിക്കാറുണ്ട്. അപ്പോൾ ഇത് അത്യാവശ്യം നമുക്ക് ഡെയിലി യൂസേജ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്രയും ലേറ്റായിട്ടാണ് കംപ്ലയിൻറ്റ്. കാരണം കംപ്ലയിൻറ്റ് വരാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം ഇപ്പോൾ നിലവിൽ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള പെട്രോൾ എന്ന് പറഞ്ഞാൽ E20 പെട്രോളാണ്. അതിൻ്റെ ഒരു റിയാക്ഷൻസാണ് ഈ മൊത്തം പ്രോബ്ലംസ് കാണിക്കുന്നത് കേട്ടോ. ഈ വണ്ടിക്കൊന്നുമല്ല, ഒട്ടനവധി വണ്ടികൾക്കും സെയിം കംപ്ലയിൻ്റ് ആയിട്ട് നമ്മൾ കാർബറേറ്റർ അസംബ്ലി മാറ്റേണ്ട ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ നിലവിൽ വന്നേക്കുന്നത്. ഇതിപ്പോൾ നമുക്ക് കാർബറേറ്റർ അസംബ്ലിക്ക് മാത്രം നമുക്ക് വന്നത് 2655 രൂപയാണ് വരിക. പിന്നെ അതുകൂടാണ്ട് നമുക്ക് പെട്രോളിൻ്റെ ഈ ഒരു ടാപ്പ് പൈപ്പുകളും മാറ്റേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ കാർബറേറ്റർ അസംബ്ലി നമ്മൾ പുതിയത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലിരിക്കുന്ന യൂണിറ്റാണ് പെട്രോൾ ടാപ്പ് എന്ന് പറഞ്ഞിട്ട്, അതും ആ പൈപ്പുകളടക്കം മാറ്റി നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് പെട്ടെന്ന് കംപ്ലയിൻറ്റ് വരില്ല എന്ന് വേണം നമ്മൾ വിചാരിക്കാനായിട്ട്. അപ്പോൾ ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലായിട്ട് ഡീറ്റെയിൽസ് കൊടുത്തേക്കാം. അതിനകത്ത് E20 പെട്രോൾ റിലേറ്റഡ് ആയിട്ടുള്ള കംപ്ലയിൻറ്റ് അതിൻ്റെ ലിങ്ക് കയറി കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമുക്ക് അറിയാനായിട്ട് പറ്റും. അത് മൂലം നമുക്കുണ്ടാകുന്ന ഓരോ പ്രോബ്ലംസ് കേട്ടോ. അപ്പോൾ നിലവിൽ ഇപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന വർക്ക് നമ്മൾ ആ പാർട്സുകൾ ചേഞ്ച് ചെയ്തിട്ടാണ് നമുക്കത് സോൾവ് ചെയ്യാൻ പറ്റുക. ആ രീതിയിൽ നമ്മൾ വർക്ക് ക്ലോസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ എസ്റ്റിമേറ്റ് ഡീറ്റെയിൽസൊക്കെ ഓൾറെഡി നമ്മൾ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായി. അപ്പോൾ നിലവിൽ ഇതാണ് അവസ്ഥ. ഓക്കെ.